ഇങ്ങനെ പോയാലേ അവൻ റിസീവറും വക്കീല് ഗുമസ്തനുമാകും. ഇന്ന് അവൻ പായസം ഉണ്ടാക്കി അവക്ക് കൊടുത്തു, നാളെ അവൻ പോയസം ഉണ്ടാക്കി നമുക്ക് തരും. നനഞ്ഞടം നോക്കി കുഴിക്കുക അവൻ കൊഴുത്തുരുമ്പ്. പെട്ടുപോയില്ലേ, ഇനി സഹിച്ചല്ലേ പറ്റൂ. എത്ര നാൾ സഹിക്കും? അവന്റെ ഒരു അധികാരവും പരിധി വിട്ടുള്ള പെരുമാറ്റവും ഒന്നും എനിക്കങ്ങോട്ട് സൂഹിക്കുന്നില്ല. ഒരലവലാലിയുടെ മുമ്പിൽ നമ്മൾ എത്ര നാൾ ഇങ്ങനെ ശ്വാസം അടക്കി പിടിച്ച് ഓച്ചാനിച്ച് നിൽക്കും? അവൻ വലിയ രാജാവ്, നമ്മൾ വെരി പൂർ പ്രജകളും. അവന്റെ ജാതകത്തിലും ചിലപ്പോ രാജയോഗം കാണുമായിരിക്കും, അത് അനുഭവിച്ചല്ലേ പറ്റൂ. അല്ല, ഇത് കുരുട്ട് ബുദ്ധി കൊണ്ട് കവർന്നെടുത്ത രാജയോഗമാണ്. അത് നമ്മൾ വെച്ച് ഉറപ്പിക്കാൻ പാടില്ല. അവൻ എങ്ങനെയെങ്കിലും പുകച്ച് പുറത്തി അടിക്കണം. എങ്ങനെ? എന്റെ പ്രിയപ്പെട്ട രോഹിണി നക്ഷത്രമേ, ഇന്ന് ഞാൻ തന്ന പായസം പായസമേ അല്ല, എന്റെ പ്രേമത്തിന്റെ സിമ്പലാണ്. എന്റെ സതുവേട്ടാ എന്ന രോഹിണിയുടെ കുയിൽനാദം എന്റെ കർണപുടങ്ങളിൽ എന്നലയടിക്കുകയാണ്. പക്ഷേ അതെല്ലാം തകർക്കാൻ വേഷം കെട്ടി നടക്കുന്ന രണ്ട് കശ്മലന്മാരുണ്ട് ഇവിടെ. ആ ഫൽഗുണന്മാർ ഇന്ന് എന്റെ കയ്യിലെ വെറും കളിപ്പാവകൾ മാത്രമാണ്. തീപ്പട്ടിയുണ്ടോ? ഒന്ന് പോടോ. ഉണ്ടെങ്കിൽ കൊടുക്കണോ? അയ്യടാ, ഈശോയെ, അനക്കമില്ല. അവൻ ചത്തു. സിസ്റ്റർ, ഇപ്പൊ എങ്ങനെയുണ്ട്? ഒന്നും പറയാറായിട്ടില്ല. സ്കാൻ റിപ്പോർട്ട് കിട്ടിയാലേ എന്തെങ്കിലും പറയാനൊക്കൂ. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളല്ലേ ഇന്നലെ ഈ രോഗി ഇവിടെ അഡ്മിറ്റ് ചെയ്തത്? അതെ. എന്നിട്ട് നിങ്ങളല്ലേ മുങ്ങിക്കളഞ്ഞത്? അതെ. ഒരു രോഗിയെ കൊണ്ടുവന്ന ഉത്തരവാദിത്തപ്പെട്ടവർ കൂടെ വേണമെന്ന് അറിയില്ലേ? എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് ചെയ്യും? സന്തോഷിക്കും. സിസ്റ്റർ, കൂടുതൽ പറഞ്ഞ് ഞങ്ങളെ വേദനിപ്പിക്കരുത്. ഇവൻ ഈ അവസ്ഥയിൽ ഇവിടെ കിടക്കുന്ന കാണാൻ കഴിയാത്തോണ്ട് ഞങ്ങൾ തമ്മിൽ അങ്ങനെയാ കഴിഞ്ഞിരുന്നത്. ഇപ്പൊ എങ്ങനെയുണ്ട് സിസ്റ്റർ? തട്ടിപ്പോവോ? ബോധം കെട്ട് കിടക്കുക. ഒരു ഓർലിക്സ് തരുവോ? നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്, ബോധം വീണു. ഞങ്ങളുടെ ബോധം പോയി. ഇവന് പണ്ടേ തലയ്ക്ക് സുഖമില്ലാത്തവനാ. പ്രാന്ത് നിന്റെ തന്തയ്ക്കാ. സിസ്റ്റർ, ഒരു മിനിറ്റ്. ഇപ്പൊ തന്നെ കണ്ടില്ലേ? അതുകൊണ്ട് എപ്പോഴൊക്കെ ബോധം വരുന്നു അപ്പോഴൊക്കെ മയക്കുമരുന്ന് കുത്തിവെച്ചേക്കണം. ഒരു കാരണവശാലും ഇവനെ ആശുപത്രി വിട്ട് പുറത്തു പോകാൻ അനുവദിക്കരുത്. ഭയങ്കര ശല്യക്കാരനാ, പ്രത്യേകിച്ച് വെള്ള സാരി ഉടുത്ത പെണ്ണുങ്ങളെ കാണുമ്പോ. ആണോ? എങ്കിൽ ഞാൻ ഏറ്റു. ഏറ്റു. ഇതാ ഗ്രാമഫോണേ, ഇതാ വീണ ഫോണേ. വിലപിടിപ്പുള്ള സാധനങ്ങളാ. ഓസിന് കിട്ടിയതാന്നേരി നശിപ്പിക്കല്ലേ. അതിന്റെ ഒരു നീളം. കൊട്ടാരത്തിന്റെ ഒരു ഭാഗം വെളുത്തു തുടങ്ങി. എന്നിട്ടും അമ്മാവന്റെ കറുത്ത മനസ്സ് വെളുക്കുന്നില്ലല്ലോ. എന്തൊരു മനുഷ്യനാ. ഉറുമിസേ, ഈ ലോഡും കൊണ്ട് പോകുമ്പോ അമ്മാവന്റെ അടുത്ത് പറഞ്ഞേക്കണം, മേലാൽ ലോറി ഇങ്ങോട്ട് അയക്കരുതെന്ന്. ഈ കള്ളത്തരത്തിനൊക്കെ കൂട്ടുനിന്ന് മടുത്തു. മരുമോൻ എന്നെയും കത്തിരിക്കായിരിക്കും അല്ലേ? അമ്മാവനിപ്പോ ഇങ്ങോട്ട് എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? ആവശ്യം എന്റേതായി പോയില്ലേ? ഒരുപാട് ജോലി തിരക്കുണ്ടല്ലേ, പിന്നെ അല്പം മറവിയും. മറവി ഇദ്ദേഹത്തിന് പണ്ടേ ഉണ്ട്. ഞാൻ പറഞ്ഞു കൊടുത്ത ഒറ്റ ലോ പോയിന്റ്സും വക്കീലിനിപ്പോ ഓർമ്മയില്ല. എന്നാലേ അത് നൂറുപ്പിക്കാൻ വേണ്ടി ഞാനിപ്പോ വന്നത്. അനന്തരവനെ അനന്ത, അമ്മാവൻ നിന്നോടൊരു കാര്യം പറയാം. ഈ കോടികൾക്കിടയിൽ നിന്നും ഇത്ര ലക്ഷം ഊരിയെടുത്താൽ ആരും അറിയാൻ പോണില്ല, ആർക്കൊരു നഷ്ടവുമില്ല. ഛേദമില്ലാത്തവന്റെ മുതൽ ഈ നാണമില്ലാത്തവൻ നക്കുന്നു എന്ന് പറഞ്ഞ പോലെ അല്ലേ? അതെ, ഇരനക്കിപ്പട്ടിയുടെ ചെറുതക്കിപ്പട്ടി പറഞ്ഞ പോലെ തന്നെ. അമ്മാവൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എല്ലാം മനസ്സിലായിട്ടും മനസ്സിലായില്ലെന്ന് നടിക്കുന്നവരെ മനസ്സിലാക്കാനാണ് പ്രയാസം. ലാഭമില്ലാത്തൊരു ബിസിനസിനും ഉറുപ്പ് പണമെറിയാറില്ല. അതിനെനിക്ക് താല്പര്യവുമില്ല. കേസില്ല വക്കീലായിരുന്ന നിന്നെ ഈ കൊട്ടാരത്തിന് റിസീവർ ആക്കിയത് കുറിപ്പിന് ലാഭം കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാ. അപ്പോഴേ നീ എന്റെ മകൾക്ക് കൊടുത്ത എല്ലാ പ്രേമലേഖനങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്. നല്ല തന്ത. സുഗന്ധിയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, നീയാണ് എന്റെ ജീവിതത്തിന്റെ സുഗന്ധം. സുഗന്ധിയില്ലെങ്കിൽ ഈ അനന്തേട്ടൻ ആത്മഹത്യ ചെയ്യും പോലും. നീ എന്റെ മുമ്പിൽ തലകുനിച്ചിരിക്കുന്നത് ജാളിത കൊണ്ടാണ്.
പണവും ഭർത്താവും ഇല്ലാതെ ഈ നാട്ടുകാർ മുമ്പിൽ തലകുണിച്ച് നിൽക്കാൻ എനിക്കും അല്പം ജാഗ്രതയുണ്ട്. ഞാൻ ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിരുന്നു, അതങ്ങ് എത്തിയില്ല. മനഃപൂർവ്വം മറന്നതാണെങ്കിൽ അത് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ വന്നത്. അതല്ല ഓർത്തിട്ടും മറന്നതാണെങ്കിൽ എനിക്കും പലതും മറക്കേണ്ടി വരും. വണ്ടി എടുക്കടാ. കുന്തം പിഴിഞ്ഞ പോലെ നിൽക്കാതാനെന്താ? അന്തപുരത്തിന്റെ അടിത്തറ അടിയോടെ പിഴുതെടുത്ത് കൊടുത്ത് സുഗന്ധിയെ സ്വന്തമാക്കി സുന്ദരമായി ജീവിക്കുവാനെന്താ? തന്തയ്ക്ക് പറഞ്ഞവനാടാ ഞാൻ. ഇനി ഈ കൊട്ടാരത്തിന്റെ അടുത്തറ തോണ്ടോടാ. ഞാൻ പറയുന്ന കേട്ട് മര്യാദയ്ക്ക് ഇവിടെ നിൽക്കാമെങ്കിൽ നിന്നാ മതി, അല്ലെങ്കിൽ നിനക്ക് ഇവിടുന്ന് പോവാം. കർത്താവേ, അവൻ തട്ടിപ്പോയെന്നാ തോന്നുന്നു. IPC 302. നീ അകത്തായത് തന്നെ. ഈ ബോഡി എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഈ ബോഡി പറഞ്ഞിട്ട് ഓ, അപ്പൊ പാര പടന്നിട്ടാണ് ജീവൻ പോയത്. ആരാ ജീവൻ? നിന്റെ അച്ഛൻ. അനന്തപത്മനാഭൻ, ഉർമീസ് അങ്ങനെ രണ്ടുപേരെ വേണ്ടപ്പെട്ടവരായിട്ടുള്ളൂ എന്നാണല്ലോ ഇദ്ദേഹം പറഞ്ഞത്. അത് നിങ്ങളല്ലേ? ഉർമീസ് ഇവൻ തന്നെ. അനന്തൻ ഇവൻ തന്നെ. ഞാൻ പാവം. തലമുറ ഇങ്ങോട്ട് വരും വരും. ഓ, അടുത്ത കുരിശ്. എന്താടോ നിങ്ങൾ ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കണ എന്തിന്? ഇന്ന് ഒരുപാട് മരണം നടക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. ഞങ്ങൾക്ക് പോണം. പണം എടുക്കി. ആണോ? ആ പണം ഓസനോണ്ട് എത്തിക്കാൻ അയാൾ എന്റെ മച്ചമ്പി ഒന്നും അല്ലല്ലോ. അല്ല പിന്നെ ശരി ശരി, തനിക്ക് പണമല്ലേ വേണ്ടത്? ആ. എത്രയാ? 300. ഒരു 100 രൂപ ഞാൻ. ഉം. ഇത് പിന്നെ എന്തിനാ? കുപ്പിയല്ലേ? എല്ലാം നമ്മുടെ പടലേക്ക് കെട്ടിവെച്ചിട്ടാണല്ലോ ഈ കാലമടം ചത്തത്. ഇനിയിപ്പോ എന്ത് ചെയ്യും? ശവം കത്തിക്കാം. ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാന്നേ. ശവം എവിടെ പോയാവോ? ഇനി അവന്റെ ബോഡി ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതായിരിക്കോ? എഴുന്നേറ്റ് സെമിത്തേരിയിലേക്ക് നടന്നു പോയതായിരിക്കും. തമ്മാടിക്കുഴി തൊലിഞ്ഞ കാമഡി പറയാതെ മുഖംമൂടി ഐഡിയ പറഞ്ഞു തന്നെ നീയല്ലേ? കൊലക്കുറ്റവാ. രണ്ടുപേരും ചേർന്ന് സമാധാനം പറയേണ്ടി വരും. ആംബുലൻസ് സെറ്റിൽ ചെയ്ത് അയച്ചോ? ഓ പ്രാണം. പ്രായമല്ല, ഞാൻ ചത്തിട്ടില്ല. ഡിസ്ചാർജ് ചെയ്യുമ്പോഴെങ്കിലും കൂട്ടിക്കൊണ്ട് വരാൻ നിങ്ങൾ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. 3-4 തവണ ആശുപത്രിക്കാരെ കൊണ്ട് ഇങ്ങോട്ട് വിളിപ്പിച്ചു. ഫോൺ ഔട്ട് ഓഫ് ഓർഡർ ആയിരുന്നു. മാത്രമല്ല, ഞങ്ങളുടെ ജീവിതം തന്നെ ഇപ്പൊ ഔട്ട് ഓഫ് ഓർഡറാ. അതെനിക്കും തോന്നി. അതുകൊണ്ട് ഞാൻ തന്നെ ഒരു ആംബുലൻസ് വിളിച്ചിങ്ങ് പോന്നു. 1 മാസത്തെ ബെഡ് റെസ്റ്റ് ആ ഡോക്ടർ പറഞ്ഞേക്കണേ. വേണ്ടി വരും. കുണ്ടിയും കുത്തി വീണതല്ലേ. ഞാൻ സ്വന്തമായിട്ട് വീണതല്ലോ, പേടിപ്പിച്ച് തള്ളിയിട്ടതല്ലേ. പദശ്രമമാ, വകുപ്പ് വേറെയാ. ധാരാളം പഴവർഗ്ഗങ്ങൾ കഴിക്കണമെന്ന് ആ ഡോക്ടർ പറഞ്ഞേക്കണേ. ഇപ്പൊ മൂസമ്പി ജ്യൂസ് കുടിക്കേണ്ട സമയമാ. പുഴിഞ്ഞോട്ട് വാടോ. പറഞ്ഞത് കേട്ടില്ലേ? പുഴിഞ്ഞു കൊടുറാ. പുഴിഞ്ഞു കൊടുക്കാം. ഇല്ലെങ്കിൽ ഇവൻ നമ്മുടെ ചോര പുഴി. ഉർമീസേ, എനിക്കും കൂടി പുഴിഞ്ഞോണ്ട് വാ എന്ന് പറയാനല്ലേ? വേറെ ആളെ നോക്കി കീലേ. എന്താ പറഞ്ഞേ? അയ്യോ, നമുക്ക് പുഴിഞ്ഞു കളിക്കാം. മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീയായി എന്ന് പറഞ്ഞ പോലായി നമ്മുടെ അവസ്ഥ. ഓ, ഈ കൊട്ടാരമായിട്ടൊന്ന് ഇഴുകി ചേർന്ന് വരികയായിരുന്നു. ഇനി ഇപ്പൊ മഹാഗണിയും ചന്ദനോർമ്മയും ചുമ്മാ ഇരിക്കും തോന്നുന്നുണ്ടോ? ഇന്ന് മുതൽ അവന്മാർ കളി തുടങ്ങും. എന്റെ സെബസ്ത്യാനോസ് പുണ്യാടാ, കുറച്ചു കാലം കൂടി ഇവിടെ ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കാൻ കടാക്ഷിച്ചാൽ അറുത്തുങ്കൽ പള്ളി കടപ്പുറം മുതൽ പള്ളി തിണ്ണവരെ ഈ ഉറുമി സുരുണ്ടോളാമേ. ഇത് എന്താ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്? ബാക്കിയുള്ള 1 കിലോമീറ്റർ ഉരുളാമെന്ന് നേർന്നു. തിരുപ്പതി പോയി തല മൊട്ടയടിക്കാമെന്നെങ്കിലും പറവക്കില്ലേ? മോഹനവർമ്മ ഇന്ന് വരും നാളെ വരുന്ന കാത്തിരിക്കുന്ന ആ പെൺകുട്ടിയുടെ കാര്യം ഓർക്കുമ്പോ കഷ്ടം തന്നെ. ഈ കെട്ട് എപ്പോ അഴിക്കാം? എനിക്ക് തോന്നുമ്പോ അഴിക്കും. ആഹാരക്കാര്യത്തിൽ ഒരു നിയന്ത്രണോ വേണ്ടെന്നാണല്ലോ ഡോക്ടർ പറഞ്ഞത്. പിന്നെ എന്തിനാ ഈ കഞ്ഞി? ഇറച്ചി, മീനും, മുട്ടയൊക്കെ ആവാലോ. ചാവാൻ കിടക്കണവന് എപ്പോഴും ആർത്തി കാണും. 3 നേരവും ചുട്ട പപ്പടവും ചമ്മന്തിയും ഉപ്പില്ലാത്ത കഞ്ഞിയും മാത്രമേ കൊടുക്കാവൂന്ന ഡോക്ടർ പറഞ്ഞത്. വേറൊന്നും കഴിക്കാൻ പാടില്ലേ? വേണമെങ്കിൽ സ്വപ്പം വിഷം കൂടി ചേർത്ത് തരാം. ആ പൂതി മനസ്സിലിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ബെഡ് റെസ്റ്റ് ഞാൻ ഒഴിവാക്കാം. നാളെ മുതൽ ഭക്ഷണം ചായക്കടയിൽ. പക്ഷെ ഒരു കാര്യം, പുറത്ത് നിന്ന് ആഹാരം കഴിക്കുമ്പോൾ ചിലപ്പോൾ തടിയുടെ കാര്യം ഞാൻ നാട്ടുകാരെടുത്ത് പറഞ്ഞു പോയെന്നിരിക്കും. എന്റെ കർത്താവെ, ചതിക്കരുത്. ഞാൻ എന്ത് വേണേലും ഉണ്ടാക്കി തരാം. എന്നാ താ ഉണക്ക നെത്തോലി ചുട്ടോണ്ട് വാ. ഓ. അത് കടിച്ച് കഞ്ഞി കുടിക്കാൻ നല്ല രസവാ. നെത്തോലി ചുട്ടോണ്ട് വരാം. ഇത് ഞങ്ങളെ ചൂടാതിരുന്നാ മതി. കെട്ടഴിക്ക്. കെട്ടഴിക്കാറായോ? ആ കെട്ടഴിക്കണോ? അവിനാശം.